വി മധുകുമാർ, ഈ പുതിയ ലേബർ കോഡ് പ്രകാരം തൊഴിലാളികളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ കുറവ് വരും എന്ന് പൊതുവെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുന്നേ ചില തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇപ്പോൾ ബഹുമാന്യനായ സംസ്ഥാന തൊഴിൽ മന്ത്രി ശിവൻകുട്ടി ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. എല്ലാ ട്രേഡ് യൂണിയൻ്റെ ആളുകൾ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. പക്ഷേ ആ മീറ്റിങ്ങിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്ന് ഈ ലേബർ കോഡുകൾക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കി എന്നുള്ള നിലയ്ക്കാണ് വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ ഈ ലേബർ കോഡുകൾക്ക് എതിരാണ് എന്നുള്ളൊരു സമീപനം BMSനില്ല. BMS ആ യോഗത്തിൽ വളരെ വ്യക്തമായിട്ട് അത് സൂചിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ BMS ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ ഈ 4 ലേബർ കോഡുകൾക്കും എതിരാണ് എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ ഇപ്പോൾ ദൂരദർശനിലടക്കം സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അത് വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്തയാണ്. BMS ഈ 4 കോഡുകളിൽ വേജ് കോഡും സോഷ്യൽ സെക്യൂരിറ്റി കോഡും വിപ്ലവകരമാണെന്ന് പ്രഖ്യാപിക്കുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തതാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിലും ഒക്യുപ്പേഷണൽ സേഫ്റ്റി കോഡിലും തൊഴിലാളികൾക്ക് ഹിതകരമല്ലാത്ത ചില എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സ് അത് വളരെ കൃത്യമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും രാജ്യത്തെ പത്രങ്ങൾക്ക് മുഴുവൻ അത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. BMSന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ബഹുമാന്യനായ കേന്ദ്ര തൊഴിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയൊരു ഉറപ്പ് ഈ BMS ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങളെ സംബന്ധിച്ച് അത് പഠിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ അടിയന്തരമായി ചെയ്യും എന്നൊരു ഉറപ്പും ബഹുമാന്യനായ കേന്ദ്ര തൊഴിൽ മന്ത്രി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന ഈ പ്രചരണങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഈ ലേബർ കോഡുകൾ യാതൊരു ചർച്ചയുമില്ലാതെ നടപ്പാക്കിയെടുത്തു എന്നുള്ളൊരു വാർത്തയും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ മൂന്തൻ സാറ് പറഞ്ഞ പോലെ സെക്കൻഡ് ലേബർ കമ്മീഷൻ ഡോക്ടർ രവീന്ദ്ര വർമ്മ അധ്യക്ഷനായിട്ടുള്ള BMSൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് CK സജിനാരായണൻ മെമ്പറായിരുന്ന സെക്കൻഡ് ലേബർ കമ്മീഷനാണ് ഈ കോഡിഫിക്കേഷൻ ശുപാർശ ചെയ്തത്. ആ സെക്കൻഡ് ലേബർ കമ്മീഷൻ്റെ സമയത്തും അത് തുടർന്നിങ്ങോട്ടും രാജ്യം മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇത് ബന്ധപ്പെട്ട തൊഴിലാളി യൂണിയനുകൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് ചർച്ച ചെയ്തിട്ടുണ്ട്, തൊഴിലുടമകൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടാണ് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. എനിക്ക് ഒരു കൃത്യമായൊരു പ്രതിഷേധമുള്ളത് കേരളത്തിൽ നിന്ന് ബഹുമാന്യനായ CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം, അദ്ദേഹം അന്ന് പാർലമെൻറ്റ് മെമ്പറാണ്. പക്ഷേ ഈ വിഷയം പാർലമെൻറ്റിൽ ചർച്ച ചെയ്തപ്പോൾ പാർലമെൻറ്റിൽ ഹാജരായി ട്രേഡ് യൂണിയനുകൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായൊരു നിലപാട് ആ പാർലമെൻറ്റിൽ പറയാതെ ഒളിച്ചോടുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് നിരവധി തവണ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയനുകളെ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചകളിലെല്ലാം പങ്കെടുക്കുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്ത ഒരു ട്രേഡ് യൂണിയനാണ് BMS. പക്ഷേ ഇന്ന് സമരം ചെയ്യുന്ന പല ട്രേഡ് യൂണിയനുകളും ഈ അവസരം ഉപയോഗപ്പെടുത്താനോ അതനുസരിച്ച് ചർച്ച ചെയ്യാനോ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. അത് തയ്യാറാവാതിരുന്നിട്ട് ഇവിടെ ഈ കോഡുകളൊന്നും യാതൊരു ചർച്ചയില്ലാതെ പാസ്സാക്കുകയാണ്, ഇതിലൊട്ടും ജനാധിപത്യപരം അല്ല എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല. മറ്റൊരു പ്രധാന സംഗതി, ഫ്ലോർ വേജസ് ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കണം എന്നുള്ള ശുപാർശ നിലനിൽക്കുമ്പോഴും ആ ഫ്ലോർ വേജസിൽ താഴെ വേതനം പോകരുത് എന്നാണ് നിയമം. അതിന് മുകളിൽ മിനിമം വേജസ് പ്രഖ്യാപിക്കാനോ ലിവിങ് വേജസ് പ്രഖ്യാപിക്കാനോ ഒന്നും യാതൊരു തടസ്സവുമില്ല. അപ്പോൾ ഫ്ലോർ വേജസിലേക്ക് വേതനം താഴ്ത്തി എന്നുള്ള നിലയ്ക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന ചില സമീപനങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രാറ്റുവിറ്റിയുടെ കാര്യം പറഞ്ഞു. ഗ്രാറ്റുവിറ്റി ഇതുവരെ 5 വർഷം തുടർച്ചയായി ജോലി ചെയ്ത ഒരാൾക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റിക്ക് അവകാശമുള്ളൂ. പുതിയ നിയമത്തിൽ 1 വർഷം ജോലി ചെയ്താൽ പോലും ആ തൊഴിലാളിക്ക് ഗ്രാറ്റുവിറ്റിക്ക് അവകാശമുണ്ട്. ഗിഗ് വർക്കേഴ്സ് അടക്കമുള്ള പുതിയ വിഭാഗം തൊഴിലാളികൾ യഥാർത്ഥത്തിൽ ഇതുവരെ തൊഴിലാളികളാണോ എന്ന് പോലും ഒരു നിർവചിച്ചിട്ടില്ലാതിരുന്ന ആ വിഭാഗം തൊഴിലാളികൾക്ക് പോലും ഈ രാജ്യത്ത് സോഷ്യൽ സെക്യൂരിറ്റിയുടെ പരിധിയിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ കോഡാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന നിരവധി പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്.
ഇപ്പോൾ ചോദിച്ച ജീവനക്കാരുടെ കയ്യിൽ കിട്ടുന്ന പണം കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ടെക്നിക്കൽ മാത്രമാണ്. ഒരാൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ 50% അത് ലോഡ് ബിയറിംഗ് ആയിരിക്കണം, അത് ബേസിക് പ്ലസ് DA ആയിരിക്കണം എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവരുന്നത് രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും ഗുണകരമാണ്. മോഹൻ സാർ പറഞ്ഞ പോലെ കേരളത്തിലും മുഴുവൻ ആളുകൾക്കും 50% അടിസ്ഥാന ശമ്പളം കിട്ടുന്നില്ല കൊടുക്കുന്നതിൻ്റെ. ഇന്നും അലവൻസ് പെർക്ക് പല പേരുകളിൽ ഈ ശമ്പളം ബേസിക്കിലും DAയിലും പെടുത്താതെ കൊടുക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ച് അവിടെ 50% ലോഡ് ബിയറിംഗ് ആണ് എന്ന് പറയുമ്പോൾ 50% ബേസിക് പ്ലസ് DA ആയി പരിഗണിക്കണമെന്ന് പറയുമ്പോൾ ആ തുകയുടെ കോൺട്രിബ്യൂഷൻ അവരുടെ PF അക്കൗണ്ടിലേക്ക് പോവും. അവരുടെ ഭാവിയിൽ അത് വളരെ സുരക്ഷിതമായിരിക്കും. പക്ഷെ ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ ആ തൊഴിലാളിയുടെ ഭാഗത്തുനിന്ന് പോകുന്ന കോൺട്രിബ്യൂഷൻ അവരുടെ സാലറിയുടെ പാക്കറ്റിൽ കുറയും എന്നുള്ളത് വാസ്തവമാണ്. അത് വളരെ ടെക്നിക്കൽ മാത്രമാണ്. പറഞ്ഞോളൂ. അതിലൊരു വസ്തുതാപരമായ പെശക് സഖാവ് എളമരം കരീമിനെതിരെ പാർലമെൻറ്റിൽ നടപടിയെടുത്തത് ഈ ലേബർ കോഡുകൾ ചർച്ചയ്ക്ക് വരുന്ന സമയത്തല്ല, മറ്റൊരു വിഷയത്തിലാണ് നടപടിയെടുത്തത്. അത് വസ്തുതാപരമായൊരു പെശകാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ഈ കേരളത്തിൽ പഴയ നിയമത്തിൽ കോൺട്രാക്റ്റ് ലേബർ അബോളിഷൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ടായിരുന്നു. ആ നിയമം അനുസരിച്ചിട്ട് സ്ഥിര സ്വഭാവമുള്ള ഒരു തൊഴിലിലും കരാർ ജീവനക്കാരെ വയ്ക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ KSRTCയിൽ ആയിരക്കണക്കിന് തൊഴിലാളികളെ ഈ കോൺട്രാക്ട് ലേബർ അബോളിഷ്മെൻറ്റ് ആക്ട് നിലനിൽക്കുമ്പോൾ തന്നെ കേരള ഗവൺമെൻറ് KSRTCയിൽ നിയമിച്ചു. ചുരുക്കി പറയണം, 30 സെക്കൻഡ് കൂടിയുള്ളൂ. KSEBയിൽ അതുപോലെ തന്നെ ഏതാണ്ട് 10,000 ജീവനക്കാർ KSEBയിൽ കരാർ തൊഴിലാളികളുണ്ട്. കരാർ തൊഴിൽ നിയമം വരുന്നതിന് മുന്നേ ഈ കരാർ തൊഴിൽ സമ്പ്രദായം വളരെ വ്യാപകമായി നടപ്പാക്കിയതാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സർക്കാർ. അതുപോലെ തന്നെ ഈ ആക്ട് ഈ പുതിയ ലേബർ കോഡ് വന്നപ്പോൾ അതിനെ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് അതിന് ചട്ടങ്ങൾ രൂപീകരിച്ച ഒരു സംസ്ഥാനം അത് കേരള സംസ്ഥാനമാണ്. ശരി. അപ്പോൾ ഇത് കേരള ഗവൺമെൻറ് ആണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇത് നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മറച്ചു വച്ചിട്ടാണ് ഇപ്പോൾ സമരവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഓക്കെ. ശ്രീ KV മധുകുമാർ, 4 പുതിയ ലേബർ കോഡുകൾ ഇത് തൊഴിലാളികൾക്ക് എത്രത്തോളം ഗുണകരമാകുന്നുണ്ട്? ഈ 4 ലേബർ കോഡുകളിൽ 2 കോഡുകളെ സംബന്ധിച്ച് BMS അത് വളരെ വിപ്ലവകരമാണ് എന്ന് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. വേജ് കോഡിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി രാജ്യം മുഴുവൻ തൊഴിലാളികൾക്കും ഒരു മിനിമം വേതനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ വിപ്ലവകരമാണ്. അത് ഈ കോഡിഫിക്കേഷനിലൂടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മുഴുവൻ ജീവനക്കാർക്കും മുഴുവൻ തൊഴിലാളികളെയും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ കൊണ്ടുവരിക, ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മുഴുവൻ ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ കൊണ്ടുവരുന്നതും മുഴുവൻ തൊഴിലാളികൾക്കും മിനിമം വേതനം പ്രഖ്യാപിക്കുന്നതും വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് ഈ ലേബർ കോഡിലൂടെ അത് വന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് BMS അതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 കോഡുകളും BMS സർവാത്മന സ്വാഗതം ചെയ്ത കോഡുകളാണ്.